ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ജനുവരി 3, 2026. ഈ വർഷം തുടങ്ങിയിട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോ ആണിത്. വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. ഇന്നലെ നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 26,300 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത. ഏതായാലും ഈ വർഷം തുടങ്ങി നിഫ്റ്റിയിലൊരു മുന്നേറ്റം തുടർന്നത് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ തന്നെ ഹാപ്പി ആക്കിയിട്ടുണ്ട്, സന്തോഷത്തിലാണ്. നോക്കാം, നമുക്ക് ഈ ഒരു മുന്നേറ്റം തുടരുമെന്ന് തന്നെ വിശ്വസിക്കാം. ഏതായാലും മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച നമുക്കൊരു റിലീഫ് റാലി തന്നിട്ടുണ്ടായിരുന്നു. റോൾ ഓവർ ഡാറ്റ വളരെ നെഗറ്റീവായിരുന്നു, കൂടുതലും ഷോർട്ട് പൊസിഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ലൈറ്റാണ്. അതാണ് ഒരു റാലി കുറച്ചുകൂടി മുന്നോട്ടേക്ക് നീങ്ങാൻ സാധിക്കുന്നത്. പക്ഷേ ഈ റാലിയിൽ നമ്മൾ എപ്പോഴും ഒരു കോൺഷ്യസ് ആകേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റിൽ വീണ്ടും ഇന്നലെ ഫിഗേഴ്സ് നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിലാണെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഒരു ബൈയിങ് സൈഡിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറിയ 1000 കോടി താഴെയാണ് വന്നിരിക്കുന്നത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ബൈയിങ് മോഡിലാണ്. സോ 26,300 മുകളിലുള്ള ക്ലോസിംഗ് നിഫ്റ്റിക്ക് ആശ്വാസകരമാണ്. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് മൊമെൻറ്റം പിക്ക് ചെയ്യുന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് വന്നിരിക്കുന്ന വാർത്തകൾ, Q3 അപ്ഡേറ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓട്ടോ കമ്പനി സെയിൽസ് വന്നിരിക്കുന്നത് കുറേയൊക്കെ പോസിറ്റീവാണ്. അതുപോലെ പല ബിസിനസ്സുകളുടെയും ബിസിനസ് അപ്ഡേറ്റ്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. Q3 വളരെ സ്ട്രോങ് ആയിട്ടാണ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് കമ്പനികളുടെ വിലയിരുത്തൽ. പല കമ്പനികളുടെയും പല ബാങ്കിങ് കമ്പനികളുടെയും ഡെപ്പോസിറ്റ് ഗ്രോത്ത്, അതുപോലെ തന്നെ ലോൺ ഗ്രോത്ത് ഒക്കെ തന്നെ സ്ട്രോങ് ആണ്. IIP ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് ഡാറ്റയൊക്കെ പോസിറ്റീവായിട്ട് വരുന്നു. ഇന്നലെ വന്ന ഇലക്ട്രിസിറ്റി കൺസംഷൻ ഡാറ്റ ഡിസംബർ വരെയുള്ളത് വളരെ പോസിറ്റീവാണ്. ഓൾ ടൈം ഹൈ ഡിമാൻഡാണ് ഇലക്ട്രിസിറ്റിക്കും കൺസംഷനൊക്കെ വന്നിരിക്കുന്നത്. ഇത് ഇൻഡസ്ട്രീസ് കൂടുതലായിട്ടും ഫ്ലറിഷ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഇന്നലെയും നമുക്കറിയാം പവർ സെക്ടറുകളിലുള്ള റാലി കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയി. REC, PFC സ്റ്റോക്കുകളിൽ, പവർ ഗ്രിഡ്, കോൾ ഇന്ത്യ പോലുള്ള ഓഹരികളിൽ മുന്നേറ്റം ദൃശ്യമായിരുന്നു. ഇന്ന്, അതായത് ജനുവരി 3, 2026 പ്രൈം മിനിസ്റ്റർ മോദിയുടെ നേതൃത്വത്തിൽ കോൾ മിനിസ്ട്രിയുടെ ഒരു മീറ്റിംഗ് ഡൽഹിയിൽ നടക്കുന്നു. കോൾ കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്, കൽക്കരി ഖനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചർച്ചയ്ക്കാവുന്നതെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ബഡ്ജറ്റ് ഇനി പടിവാതിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ജനുവരി, ഫെബ്രുവരി എന്ന് പറയുന്ന മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള മാസങ്ങളാണ്. കാരണം ഇനി അങ്ങോട്ട് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നു തുടങ്ങും. അതുപോലെ തന്നെ സെക്കൻഡ് വീക്കോടുകൂടി Q3 റിസൾട്ടുകൾ വന്നു തുടങ്ങും. ബിസിനസ് അപ്ഡേറ്റ്സുകളാണ് ഇനി ഒരാഴ്ച വിപണിയെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഏതായാലും മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു പോസിറ്റീവ് ഒപ്റ്റിമിസം തന്നെയാണ് കാണിക്കുന്നത്. സോ ഇൻവെസ്റ്റേഴ്സ് ക്വാളിറ്റി സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്തവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു റാലിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഇന്നലെ തന്നെ, അതായത് വെള്ളിയാഴ്ച തന്നെ നല്ലൊരു എക്സിറ്റ് പോയിന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ PNB ഹൗസിങ്, SBI ഇങ്ങനെയുള്ള ഓഹരികളിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം ഇന്നലെ തന്നെ ദൃശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചില വീക്കെൻഡ് റിസർച്ച് വീഡിയോസുമായിട്ടുമാണ്. ഈ പല ന്യൂസുകളും നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞോ കാണും. ITC സംബന്ധിച്ചിട്ട് ഏകദേശം കഴിഞ്ഞ സെപ്റ്റംബർ 2025 സെപ്റ്റംബറിലുള്ള 480-485 രൂപ നിലവാരത്തിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓഹരിയാണ്. പക്ഷേ ഈ ആഴ്ച ഇപ്പോൾ വീക്കിലി ക്ലോസിംഗ് 350 രൂപയിലാണ് നടന്നിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്, നമുക്കെല്ലാം അറിയാം. ITC ഒരുവിധം എല്ലാ സാധാരണ ഇൻവെസ്റ്റേഴ്സിൻ്റെയും പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ്. ഞാനും സജസ്റ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്ക് തന്നെയായിരുന്നു ITC. പലപ്പോഴായിട്ട് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത സമയങ്ങളിലൊന്നും നമ്മൾ ITCയിൽ എൻട്രി എടുത്തിരുന്നില്ല. സോ ITCയുടെ ഈ ഒരു ഫോൾ കണ്ടപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നി. ITCയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ ടുബാക്കോ കമ്പനി എന്നാണ് അതിൻ്റെ പേരെങ്കിലും സിഗരറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല ഇത്. പല കാലത്തിനൊത്ത് ഡൈവേഴ്സിഫൈ ചെയ്ത ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ്സുകളുണ്ട്. FMCGയിൽ അവരുണ്ട്, അഗ്രികൾച്ചർ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്, IT ബിസിനസ് ഉണ്ട്, പേപ്പർ ബിസിനസ്സുകൾ, പാക്കേജിങ്, അതുപോലെ തന്നെ ഹോട്ടൽ ബിസിനസ് ഈ അടുത്താണ് ITCയിൽ നിന്നും ഡീമർജ് ചെയ്തിട്ട് ITC ഹോട്ടൽസ് ആയിട്ട് വേറെ തന്നെ ആയിട്ട് നിലനിൽക്കുന്നത്. സോ ഇന്ത്യയിലെ ഒന്നാമത്തെ സെക്കൻഡ് ലാർജസ്റ്റ് FMCG കമ്പനിയാണ് ഇപ്പോൾ വരുന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മൂന്നാമത്തെ ടുബാക്കോ കമ്പനി, പുകയില കമ്പനിയാണ് ITC എന്ന് പറയുന്നത്. ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ FMCGയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഏകദേശം 25ഓളം ഇന്ത്യൻ ബ്രാൻഡുകൾ ITCയുടെ കീഴിലുണ്ട്. അത് ഫുഡ്സിലായാലും ഭക്ഷണ പദാർത്ഥങ്ങളിലായാലും, അതുപോലെ തന്നെ പേഴ്സണൽ കെയർ ആയാലും, സ്റ്റേഷനറി ഐറ്റംസിൽ, അതുപോലെ തന്നെ ആശീർവാദ്, സൺഫീസ്റ്റ്, ബിങ്കോ, ഫിയാമ, സാവ്ലോൺ,
ക്ലാസ്മേറ്റ് ഇതുപോലുള്ള പല ബ്രാൻഡുകളും ITCയുടേതാണ്. സോ ഇന്ത്യൻ പേപ്പർ ബോർഡ് പ്രൊഡക്റ്റുകളിൽ ഇന്ത്യയിലെ ലീഡറായിട്ട് ITCയെ പറയാം. പാക്കേജിങ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ലീഡറാണ് ITC, പ്രത്യേകിച്ചും സ്പെഷ്യാലിറ്റി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ. സോ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാർത്ത, ഫെബ്രുവരി 1 മുതൽ, ഈ 2026 ഫെബ്രുവരി 1 മുതൽ സിഗരറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഇന്ത്യയിൽ ടാക്സ് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് 2050 രൂപ മുതൽ 8500 രൂപ വരെ 1000 സിഗരറ്റുകൾക്ക് 2050 മുതൽ 8500 വരെയുള്ള ടാക്സ് വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ വെറും 1000 സിഗരറ്റുകൾക്കാണ് അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് 2000 മുതൽ 8500 വരെ ടാക്സ് വർദ്ധിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇത് അവരുടെ കോസ്റ്റിനെ നല്ല രീതിയിൽ ബാധിക്കും. പ്രത്യേകിച്ചും ഓൾറെഡി അവർ GST ഒക്കെ ആയിട്ട് GST ഹയർ ഉണ്ട്, 40% GST ബ്രാക്കറ്റിൽ വരുന്നതാണ് ഈ സിൻ പ്രൊഡക്റ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും ആൽക്കഹോള്, സിഗരറ്റ് ഇതൊക്കെ തന്നെ സിൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഏറ്റവും ഉയർന്ന ടാക്സ് റേറ്റാണ് ഇവർക്ക് ചുമത്തുന്നത്. സോ 40% GST ഓൾറെഡി ഉണ്ട്. അതിന് പുറമെയാണ് ഈ ഒരു ടാക്സ് ഹൈബ്രേക്ക് കൂടി വരുന്നത്. സോ സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യയിലെ മൂന്നാമത്തെ ടൊബാക്കോ മേക്കർ എന്ന നിലയിൽ ITC അത് സാരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഒരു ഫോൾ ആ കമ്പനിയെ സംബന്ധിച്ചിട്ട് വന്നിരിക്കുന്നത്. അതായത് എക്സൈസ് ഡ്യൂട്ടി വർധനവിൻ്റെ ആഘാതം തന്നെയാണ് GSTക്ക് പറ്റിയിരിക്കുന്നത്. പ്രത്യേകിച്ചും 53% ആയിട്ട് ഇതിൻ്റെ ടാക്സ് വർദ്ധിക്കും, 53% വർദ്ധിക്കും എന്നുള്ളതാണ്. മൊത്തം ടാക്സിൻ്റെ വർധനവ് 53% വർദ്ധിക്കും എന്നുള്ളതാണ്. സോ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു റിപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. ഏകദേശം ടുബാക്കോ കൺസംഷൻ 75% കുറക്കണം, 75%എങ്കിലും കുറവ് പുകയില കൺസംഷനിൽ വരുത്തണം എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ സ്വാഭാവികമായിട്ട് പ്രൈസ് റൈസ് ഉണ്ടാകും. ഇതൊരിക്കലും ഇത് വർദ്ധിച്ചത് കൊണ്ട് ആൾക്കാർ കൺസ്യൂം ചെയ്യില്ല എന്നുള്ളൊരു കൺസംഷനൊന്നും മാർക്കറ്റിൽ ഉണ്ടാവില്ല. സോ ഇതിൻ്റെ ഒരു ഷോർട്ട് ടേമിലേക്കെങ്കിലും ഇതിൻ്റെ സെയിൽസിൻ്റെയും അതിൻ്റെ കോസ്റ്റും അതിൻ്റെ മാർജിൻ പ്രഷറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ITC എന്ന നിലയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ പേപ്പർ പ്രൊഡക്റ്റുകളും മറ്റൊക്കെ, പേപ്പർ ബോർഡ്സ്, പേപ്പർ പാക്കേജിങ് ബിസിനസ്സൊക്കെ തന്നെ ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നുള്ളതാണ്. പ്രത്യേകിച്ചും പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട്, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പുതിയ പുതിയ ഏരിയകളിലേക്ക് പ്ലാന്റേഷൻസ് വർദ്ധിപ്പിക്കാൻ പോകുന്നു. മറ്റുള്ള ഒരു വുഡ് ബേസ്ഡ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാന്റേഷൻ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാനുള്ള പദ്ധതികളും കമ്പനി ഉണ്ടാക്കുന്നു പറയും. ഫുഡ് ടെക് ബിസിനസ്സുകളിൽ ITCയുടെ പ്രധാനപ്പെട്ട അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫുഡ് സയൻസ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, പോപ്പുലർ ബ്രാൻഡുകളുമായിട്ടുള്ള ടൈപ്പ്, കൾനറി എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഫുഡ് സർവീസ് മാർക്കറ്റുകളിലേക്ക് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള പദ്ധതികളും കമ്പനി നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു FMCG കമ്പനിയാണ്. ആ ഒരു രംഗത്ത് വളരെ ടൈറ്റനായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ വരുന്നു, മാർജിൻ പ്രഷർ വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡ് വലിയ രീതിയിൽ കുറയുന്നില്ല, അതുപോലെ തന്നെ നിൽക്കുന്നു. പക്ഷേ മാർജിൻ വളരെ കാര്യമായിട്ട് കുറയുന്നു, കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ടെന്നുള്ളതാണ് കമ്പനിയുടെ വിലയിരുത്തൽ. സോ കമ്പനി പറയുന്നത് പല ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് പല ഭാഗങ്ങളിലേക്കായിട്ട് മാറും എന്നുള്ളതാണ്. കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്ന് സസ്റ്റൈനബിലിറ്റി, അതുപോലെ തന്നെ ക്ലൈമറ്റ് ആക്ഷൻ. ഇത് രണ്ടുമാണ് കമ്പനി കൂടുതലായിട്ട് പ്രാധാന്യം നൽകാൻ പോകുന്നത് അവരുടെ സെൻട്രൽ പ്ലാനുകൾക്ക്. അതായത് 2050 കാർബൺ എമിഷൻസ് കുറക്കുക, ഏറ്റവും പ്യുവർ ആയിട്ടുള്ള വാട്ടർ മെയിൻ്റെനിങ് സിസ്റ്റം, അതുപോലെ തന്നെ വാട്ടർ ക്ലീനിങ് സിസ്റ്റം ഇതൊക്കെ ഉണ്ടാക്കുക, ഇതിലേക്കൊക്കെ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡൈവേഴ്സിഫിക്കേഷനിലേക്കാണ് കമ്പനി നീങ്ങുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്മാർട്ടായിട്ടുള്ള അഗ്രികൾച്ചറൽ, ഈ കൃഷി തന്നെ വളരെ നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെയാണ് കമ്പനി ചിന്തിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ പോകുന്നു, ഡിജിറ്റൽ ടൂളുകൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു, കൺസ്യൂമേഴ്സിൻ്റെ അതുപോലെ തന്നെ ഫാസ്റ്റായിട്ടുള്ള മാനുഫാക്ചറിങ്, ഫുഡ് ടെക് ബിസിനസ്സുകൾ, ഇതൊക്കെ തന്നെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റോട് കൂടി, എഡ്യൂക്കേഷനോട് കൂടി വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചീത്തപ്പേരുണ്ടല്ലോ, ടുബാക്കോ കമ്പനി, ആളെക്കൊല്ലി കമ്പനി എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു മാറ്റത്തിൽ നിന്നും മാറി സമയാസമയങ്ങളിൽ എപ്പോഴും ITC മാനേജ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്ത് മാറിയിട്ടുള്ളൊരു കമ്പനി, അതായത് എപ്പോഴും FMCGയിൽ തന്നെ മാറി നിൽക്കാതെ
IT അടക്കം പേപ്പർ പ്രൊഡക്റ്റുകൾ, IT, ഹോട്ടൽ ഇങ്ങനെ പല വിധത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്ത ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ കമ്പനി അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. സോ ITC നമുക്കങ്ങനെ ഈ ഒരു സിൻ പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഈ ഒരു പെട്ടെന്നുള്ള എക്സൈസ് ഡ്യൂട്ടിയുടെ പുറത്തുള്ള ഈ ഒരു ക്രാഷ് നമുക്ക് മാറി നിൽക്കേണ്ടതായിട്ടില്ല. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും നിഫ്റ്റി വളരെ താഴ്ന്ന നിലവാരത്തിൽ ഇപ്പോൾ ITC കിട്ടാനുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ITC ചെറിയ രീതിയിൽ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാനുണ്ടെങ്കിൽ കൊണ്ടുവരാം. ഈ ഒരു മൊമെൻറ്റം നമുക്കറിയാലോ, ഇത് ഉപയോഗിക്കുന്നവരെ ഒരിക്കലും ഇത് നിർത്താനൊന്നും പോകുന്നില്ല. വളരെ വിൽ പവറുള്ള ആൾക്കാർ മാത്രമാണ് ഇത് നിർത്തിയിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ലാതെങ്കിൽ ഇതൊക്കെ ഒരു തരത്തിലെങ്കിലും ആൾക്കാർ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ അതിൻ്റെ ഒരു ടാക്സ് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ വളരെ കാലം ഇത് നീണ്ടു നിൽക്കുന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല, ഈ കമ്പനി 3ാമത്തെ പുകയില മാനുഫാക്ചറാണ് ഇന്ത്യയിൽ. ബാക്കിയുള്ള പ്രധാനപ്പെട്ട സോഴ്സുകളൊക്കെ വേറെയും ഈ കമ്പനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി കാലാകാലങ്ങളിൽ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. സോ ITCയെ സംബന്ധിച്ചിട്ട് പേടിച്ച് മാറി നിൽക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ചാർട്ടിലൊക്കെ ഒരു ഓൾ ടൈം ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഏറ്റവും ലോ ക്രോസ് ചെയ്തിട്ടാണ് അതായത് കഴിഞ്ഞ മാർച്ച് 2024 ITC ഏകദേശം ഒരു 350 നിലവാരത്തിൽ നിന്ന് പോയത്. അതിനുശേഷം പിന്നീട് വന്നിരിക്കുന്നൊരു ലോ 384 അത് ഏപ്രിലാണ്, 2025 ഏപ്രിലാണ് വന്നത്. പിന്നീടും ഒരു അപ്സൈഡ് വന്നു. സോ ഈ ഒരു ടാക്സ് കട്ടിൻ്റെ പ്രധാനത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു ഡിപ്പ് ചിലപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. പക്ഷേ ഇതൊരിക്കലും, ഞാൻ പറഞ്ഞില്ല, ആ ബിസിനസ്സിൻ്റെ നേച്ചർ അങ്ങനെയാണ്. FMCG ഡിമാൻഡ് ഉണ്ട്, പക്ഷേ മാർജിൻ ശക്തമായിട്ട് കൂടാത്തൊരു ബിസിനസ്സാണ്. അപ്പം ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ITC ചെറിയ ക്വാണ്ടിറ്റി മേടിച്ച് നമുക്ക് പോർട്ട്ഫോളിയോയിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്യാം. പിന്നീട് വേണമെങ്കിൽ കറക്ഷനോട് കൂടി കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. എന്തായാലും മാർക്കറ്റ് ഒരു തിരിച്ചുവരവ് ITCക്ക് ഉണ്ടാവും. മാനേജ്മെൻറ്റ് വളരെ കമ്മിറ്റഡ് ആയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ തീരും. അതൊക്കെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഏരിയകളിലാണ് അവരുടെ സോ ഇതാണ് ITCയെ കുറിച്ച് പറയാനുള്ളത്. സോ ഇനി മറ്റൊരു സ്റ്റോക്കിലേക്ക് പോകാം. അതിനുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. സോ ന്യൂ ഇയർ ആണ്, പുതിയൊരു ജേണി നമ്മളോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ, ടെലിഗ്രാം ചാനൽ, ഇതിലൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യാനും ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള റിസർച്ച് സർവീസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. സോ ഞാൻ നിങ്ങളെ റിസർച്ച് അഡ്വൈസറി സർവീസുകളിലേക്കാക്കിയിട്ട് ക്ഷണിക്കുകയാണ്. ഇനി മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് ഇന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യ നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസമായിട്ട് ഏകദേശം ഒരു മൊമെൻറ്റം പിക്ക് ചെയ്ത് വന്നിരിക്കുന്ന സ്റ്റോക്ക്. കോൾ ഇന്ത്യയിൽ എന്താണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ അവരുടെ കോൾ പ്രൊഡക്ഷൻ ഡാറ്റ പുറത്തേക്ക് വിട്ടു. ഡിസംബർ മാസത്തിലുള്ള കോൾ പ്രൊഡക്ഷൻ ഡാറ്റ പുറത്തേക്ക് വിട്ടു. അതായത് അത് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 4.6% വർധനവാണ് കോൾ പ്രൊഡക്ഷനിൽ ഡിസംബറിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഡിമാൻഡ് അത്രമാത്രം ഉണ്ട്. നമുക്കറിയാം, ഈ കോൾ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യയിലല്ല, ലോകത്തിലെ തന്നെ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഒരു കോൾ മൈനിങ് കമ്പനിയാണ്. സിംഗിൾ ലാർജസ്റ്റ് കോൾ പ്രൊഡ്യൂസറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കൽക്കരി ഉൽപ്പാദന സംവിധാനമാണ് അല്ലെങ്കിൽ കമ്പനിയാണ് കോൾ ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്തിൽ ഏകദേശം 83 മൈനുകൾ ഈ കമ്പനിക്കുണ്ട്. അതായത് 8 സ്റ്റേറ്റുകളിലായിട്ട്, ഇന്ത്യയിലെ 8 സ്റ്റേറ്റുകളിലായിട്ട് 83ഓളം മൈനുകൾ ഈ കമ്പനിക്കുണ്ട്. ഈ കമ്പനിക്ക് ഏകദേശം 7ഓളം കോൾ പ്രൊഡ്യൂസിങ് സബ്സിഡറീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കൺസൾട്ടൻസി സബ്സിഡിയറി മീൻസ് ഏകദേശം അറൗണ്ട് 80% കോളും കൽക്കരിയും ഇന്ത്യയിലേക്കുള്ളത് സപ്ലൈ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. ഏകദേശം 75% സപ്ലൈ രാജ്യത്തെ തെർമൽ പവർ ജനറേറ്റിംഗ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഒരൊറ്റ കമ്പനിയാണ്. സോ ഒരു മഹാരത്ന കമ്പനിയാണ്. അതാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്റ്റാറ്റസും. ഒരു സ്റ്റേറ്റ് ഓൺ എൻ്റർപ്രൈസസ് ആണ്. അവരുടെ എല്ലാ ഓപ്പറേഷനും 2004 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് 2004 മുതൽ ഇങ്ങോട്ട്. സോ പവർ പ്രൊഡ്യൂസേഴ്സിന്, അതായത് പലതരത്തിലുള്ള ഒരു കൽക്കരി എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് കൽക്കരി മാത്രമല്ല, ഇവർ സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ ഈ തെർമൽ പവറിന് ആവശ്യമായിട്ടുള്ള ജനറേഷന് ആവശ്യമായിട്ടുള്ള കോൾ, ഇങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി കോളുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്
സപ്ലയർ എന്ന രീതിയിൽ ഏറ്റവും ലീഡറായിട്ടുള്ള സപ്ലയറാണ് രാജ്യത്ത്. ധാരാളം ക്യാഷ് കൈമിലുള്ളൊരു കമ്പനിയാണ്. സോ ഡിവിഡൻഡ് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു കമ്പനി. അതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ കോൾ ഇന്ത്യയിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൾ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം, അതായത് ഈ കോള് ലേലം വിളിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് ഈ ഓപ്ഷനാണ് ഇപ്പോൾ. ഈ ഓപ്ഷൻ ഇലക്ട്രോണിക് ഓപ്ഷൻ, നമുക്ക് ബിഡുകൾ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാലം അത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഓപ്ഷനിൽ പങ്കെടുക്കാൻ, ഈ ലേലത്തിൽ പങ്കെടുക്കാൻ, കോൾ വാങ്ങാൻ വേണ്ടിയിട്ട് പങ്കെടുക്കാനുള്ള ലേലത്തിൽ അധികാരം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ വന്നിരിക്കുന്ന നിയമപ്രകാരം ബംഗ്ലാദേശിലും ഭൂട്ടാൻ, നേപ്പാൾ, ഈ ഇന്ത്യയുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബയേഴ്സിനും ഈ ഓപ്ഷനിൽ, കോൾ ഇന്ത്യയുടെ ഈ ഓപ്ഷനിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്ന ഒരു നിയമമാറ്റം. സോ മറ്റ് ഈ രാജ്യങ്ങളിലുള്ള കോൾ ബയേഴ്സൊക്കെ ഇന്ത്യയിലെ ട്രേഡേഴ്സുമായിട്ട് ടൈപ്പായിട്ട് അവരാണ് ഇവർക്ക് വേണ്ടി ലേലത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള കോൾ ബയേഴ്സിന്, കൽക്കരി ആവശ്യമുള്ളവർക്ക് നേരിട്ട് ഈ ബിഡ് വഴി അല്ലെങ്കിൽ ഈ ഓപ്ഷൻ വഴി ഇവരുമായിട്ട് ഓപ്ഷനിൽ നിന്ന് കോൾ കളക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ടും അയൽ രാജ്യങ്ങളിലുള്ള കോൾ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ കോൾ ആവശ്യമുള്ള ആൾക്കാരെ നേരിട്ട് അവരുമായിട്ട് ഓപ്ഷനിൽ പങ്കെടുക്കാൻ ഇതാവും. അതുവഴി കൂടുതൽ ബിഡിങ് നടക്കും. ഇതാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. സോ ഈ ഓപ്ഷൻ ഡയറക്റ്റ് വഴി ഇവർക്ക് രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. ഒരു സിംഗിൾ വിൻഡോ മോഡ് ആഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോം, അതായത് SWM എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് അവർ രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ ഈ ഓപ്ഷന് വേണ്ടിയിട്ട് അവർക്ക് ഡയറക്റ്റ്ലി അവർക്ക് പേ ചെയ്യാം, അവർക്ക് രജിസ്റ്റർ ചെയ്യാം. ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് നേരിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഫോറിൻ ബയേഴ്സ് ആണെങ്കിൽ ചില ഫോർമാലിറ്റീസ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റലായിട്ടുള്ള ബിഡിങ് സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ സമർപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പേയ്മെൻറ്റ്സ് അത് ഫെമ നിയമപ്രകാരമുള്ള റെഗുലേഷൻ വഴി, RBI വഴിയുള്ള വിദേശ നിക്ഷേപം അല്ലെങ്കിൽ വിദേശ എക്സ്ചേഞ്ച് റേറ്റുകൾക്കനുസരിച്ചിട്ടുള്ള ഫെമ നിയമപ്രകാരമുള്ള ട്രാൻസ്ഫറുകളായിരിക്കും നടത്തുക. നേപ്പാളിൽ നിന്നുള്ള ബയേഴ്സ് ആണെങ്കിൽ നേപ്പാളി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് US ഡോളറിലോ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസിലോ പേ ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബംഗ്ലാദേശും ഭൂട്ടാനിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ അവർ US ഡോളറിൽ തന്നെയാണ് പേ ചെയ്യേണ്ടത്. സോ ഇത് മാത്രമല്ല, ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ കോൾ പ്രൊഡ്യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ രാജ്യത്തേക്ക് ആവശ്യമുള്ള ഇൻഡസ്ട്രികൾക്കും കാര്യങ്ങൾക്കും തന്നെയായിരിക്കും മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിനുശേഷം മാത്രമായിരിക്കും മറ്റുള്ളവർക്കുള്ള പരിഗണന എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് കോൾ ഇന്ത്യയിലെ ഈ ഓപ്ഷൻ്റെ കാര്യങ്ങൾ നടപടി വർദ്ധിക്കുന്നതോടുകൂടി ആൾക്കാർക്ക് കൂടുതൽ പങ്കെടുത്ത് അതിലേക്ക് വരാൻ സാധിക്കും. കോൾ ഇന്ത്യക്ക് സുഗമമായിട്ട് അവരുടെ കോൾ വിറ്റ് പോകാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ള പണം സമ്പാദിക്കാൻ സാധിക്കും കമ്പനിക്ക് എന്നുള്ളതാണ് വിശ്വാസം. ഈ ഒരു വാർത്തക്ക് മുകളിലാണ് വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ന് കോൾ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് സാറ്റർഡേ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന സമയങ്ങളിൽ പവർ ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട്. വളരെ ഹയസ്റ്റ് ലെവലിലാണ് ഡിസംബറിൽ തന്നെ വന്നിരിക്കുന്നത്. സോ ഈ ഒരു സമ്മർ സീസണിൽ പവർ ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പവർ ജനറേറ്റിംഗ് കമ്പനികൾക്ക് സപ്ലയർ എന്ന നിലയിൽ നമ്മുടെ കൽക്കരിയുടെ സ്റ്റോക്കും അതുപോലെ തന്നെ കൽക്കരിയുടെ സപ്ലൈയും എത്രയൊക്കെ എൻഷുർ ചെയ്യാനുള്ള അധികാരം കോൾ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വലിയ സപ്ലയർ എന്ന രീതിയിലുള്ളത്. സോ കോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽസൊക്കെ തന്നെ ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. വരുന്ന ദിവസങ്ങളിലും കോൾ ഇന്ത്യ, എനിക്ക് തോന്നുന്നു, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് ഇന്നലെ വന്നിരിക്കുന്നത്. 427 സ്റ്റോക്ക് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 427 വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിൻ്റാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട അപ്സൈഡ് എന്ന് പറഞ്ഞാൽ 480 to 500 തന്നെയായിരിക്കും ഈ അടുത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നൊരു ഹൈ എന്ന് പറയുന്നത്. 2024 ഓഗസ്റ്റിലാണ് ഈ 483 എന്ന് പറയുന്ന ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം സ്റ്റോക്ക് കറക്ഷൻ മോഡിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് വന്നിട്ടുണ്ട്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ലെവലിലാണ് ക്ലോസിംഗ് വെള്ളിയാഴ്ച വന്നിരിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോൺ 450 ആ റേഞ്ചിലാണ്. അതുകൂടി പോവുകയാണെങ്കിൽ നിഫ്റ്റിക്ക് അല്ലെങ്കിൽ കോൾ ഇന്ത്യ ഏകദേശം ഒരു 480-500 നിലവാരത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. സോ പോർട്ട്ഫോളിയോയിൽ നമ്മൾ കോൾ ഇന്ത്യ വളരെ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതായിരുന്നു. 100 രൂപ 120 രൂപ നിലവാരത്തിൽ കോൾ ഇന്ത്യ ഉണ്ടായത് സമയത്ത്, ആ സമയത്തും ഇതിൻ്റെ ഫണ്ടമെൻ്റൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾ ഇന്ത്യ
ആ വീഡിയോ ഒക്കെ ഓർമ്മയുള്ളവരും അത് ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ വളരെ പ്രധാനപ്പെട്ടൊരു കമ്പനിയാണ്, ലോകത്തിൽ തന്നെ യുണീക്കായിട്ടുള്ളൊരു കമ്പനിയാണെന്നുള്ള കാര്യം അന്നും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിലാണ്. ഇനിയും വാർത്തകൾ ഒരുപാടുണ്ട്. ഇന്നത്തെ ഓട്ടോ സെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ ഉണ്ട്. ഫാം നമ്മുടെ എസ്കോട്ട്സ് ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഡിസംബർ 31 ചെയ്ത വീഡിയോയിൽ എസ്കോട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1600, 630 1850, 880 വരെ വരികയുണ്ട്. 1900 എൻ്റെ ടാർഗറ്റ് 1880. ശ്രീറാം ഫിനാൻസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. PNB ഹൗസിംഗ് മുന്നോട്ട് പോയിട്ടുണ്ട്. സോ ഇതൊക്കെ ആയിരിക്കും ഇനി അടുത്ത തീം ബേസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ ഇയർ പിക്കുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് മെമ്പേഴ്സിന്. സോ സാന്ത സ്റ്റോക്ക് ഓൾറെഡി ഇൻ റാലിയാണ്. ഇങ്ങനെയുള്ള നല്ല നല്ല റിസർച്ച് ബേസ്ഡ് ഐഡിയാസിന് ഈ വർഷം പണം വളരെ സെലക്ട് ആയിട്ടുള്ള കൗണ്ടറുകളിലായിരിക്കും ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ നല്ല റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മളൊപ്പം ജോയിൻ ചെയ്യാം. ടെൻഷൻ ഇല്ലാതെ മാർക്കറ്റിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ കോൾ ഇന്ത്യ താല്പര്യമുള്ളവർക്ക് ഡിപ്സിൽ ഓൾറെഡി നല്ല സ്റ്റോക്ക് നല്ല മൂവ് ചെയ്തിട്ടുണ്ട്. മൊമെൻറ്റം വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ലെവലുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ കമ്പനിയെ വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ITC ഒരു ഡിപ്പ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആക്കാമെന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കാം. വളരെ പക്ഷേ ഒറ്റ ടൈം വലിയൊരു കമ്മിറ്റ്മെൻറ്റ് നടത്താതിരിക്കുക. ഇമ്പാക്റ്റ് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി താഴെ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻട്രി എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അത് തീർച്ചയായിട്ടും തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇത് 2 കമ്പനികളെ കുറിച്ചുള്ള വാർത്തകൾ പറയുമ്പോൾ തന്നെ 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. വീക്കെൻഡാണ്. വീഡിയോ മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും വീക്കെൻഡ് ആഘോഷിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.